കോട്ടയം മെഡിക്കൽ കോളേജിൽ രോഗിയുടെ കൂട്ടിരിപ്പുകാരി മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങളാണ് ഇപ്പോഴും ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ബിന്ദുവിന്റെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. ബിന്ദുവിന്റെ മൃതദേഹം തലയോലപ്പറമ്പിലെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ അത് കൊണ്ടുപോകുന്ന സമയത്ത് പോലും അവിടെ വലിയ പ്രതിഷേധം ഉണ്ടായി എന്നുള്ളതാണ്. ആംബുലൻസ് അവിടെ ചാണ്ടിയുമ്മന്റെ നേതൃത്വത്തിലുള്ള സംഘം തടഞ്ഞു. അതിൽ ബന്ധുക്കൾ വലിയ പ്രശ്നമുണ്ടാക്കി, അവിടെ വലിയ ബഹളമുണ്ടാക്കി. അവിടെ നിന്ന് പോലീസിന്റെ ആളുകളെ പിടിച്ചു മാറ്റേണ്ട സാഹചര്യമുണ്ടായി. ചാണ്ടിയുമ്മന്റെ സ്റ്റാഫിനെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അവിടേക്ക് ചാണ്ടിയുമ്മനും കൂട്ടരും പോലീസ് സ്റ്റേഷനിലേക്ക് റോഡിലൂടെ നടന്നു പോകുന്ന ദൃശ്യങ്ങളെല്ലാം നേരത്തെ പുറത്തു വന്നതാണ്. എന്തായാലും ബന്ധുക്കൾ ഈ കാര്യത്തിൽ ആ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നില്ല എന്നാണ് വ്യക്തമാകുന്നത്. പക്ഷേ ചാണ്ടിയുമ്മൻ പിന്നീട് പ്രതികരിച്ചത് ബന്ധുക്കളുടെ ആവശ്യപ്രകാരമാണ് പ്രതിഷേധിച്ചത് എന്നാണ്. പക്ഷെ അവിടെ നിന്ന് ബന്ധുക്കൾ എല്ലാവരും ഇത് കടത്തിവിടണം എന്ന് അഭ്യർത്ഥിക്കുന്ന ദൃശ്യങ്ങളും ശബ്ദങ്ങളുമൊക്കെ പുറത്തു വന്നതുമാണ്. വലിയ പ്രതിഷേധത്തിനാണ് തുടക്കമായിരിക്കുന്നത്. നേരത്തെ തന്നെ സർക്കാർ ആശുപത്രികളിലെ പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജിലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവരങ്ങളിലെല്ലാം വലിയ പ്രതിഷേധം ശക്തമാക്കിയിരിക്കുന്ന പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളിലാണ് ഈ സംഭവം കൂടി ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. ആരോഗ്യവകുപ്പിനെതിരെ ശക്തമായ പ്രതിഷേധത്തിലേക്ക് കടക്കുന്നു കോൺഗ്രസ് എന്നുള്ളതിന്റെ തെളിവാണ്. യൂത്ത് ലീഗും നേരത്തെ വലിയ പ്രതിഷേധം പലയിടങ്ങളിലും ഉയർത്തിയിരുന്നു. എറണാകുളത്തെ DMO ഓഫീസിന് മുന്നിൽ വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. ആരോഗ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ പ്രതിഷേധിച്ചു. കോഴിക്കോട് റോഡ് ഉപരോധിച്ചുകൊണ്ട് പ്രതിഷേധിക്കുന്ന കാഴ്ചയും കണ്ടതാണ്. അത്തരത്തിൽ പ്രതിപക്ഷ പാർട്ടികളെല്ലാം യുവജന സംഘടനകളെല്ലാം വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കുന്നു എന്നതിന്റെ സൂചനയാണ് ഇന്നത്തെ ഈ സംഭവങ്ങളിലൂടെ മനസ്സിലാകുന്നത്. സംഘർഷാവസ്ഥയുണ്ടായിരുന്നു. മെഡിക്കൽ കോളേജിനകത്താണ് ഈ സംഭവങ്ങൾ ഉണ്ടാവുന്നത്. പോലീസിന് അത് നിയന്ത്രിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് മറ്റൊരു വശം. ജോസി ബാബു ചേരുന്നുണ്ട്. ജോസി, എന്താണ് നിലവിൽ സ്ഥലത്തെ സാഹചര്യം? എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? മൃതദേഹം പുറത്തെടുക്കാനുള്ള വേളയിൽ പ്രതിഷേധവുമായി രംഗത്ത് വന്ന ചാണ്ടിയുമ്മനും കോൺഗ്രസ് പ്രവർത്തകരും വലിയ സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. തുടർന്ന് ചാണ്ടിയുമ്മന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഇതേ തുടർന്നാണ് ഈ പോലീസ് സ്റ്റേഷനിലേക്ക് MLAയും സംഘവും ഇപ്പോൾ മാർച്ചായി എത്തുന്നത്. കോൺഗ്രസ് പ്രവർത്തകരും INTUC യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരടക്കമാണ് ഈ ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നത്. അറസ്റ്റ് ചെയ്ത സ്റ്റാഫ് അംഗമായ അംഗത്തെ വിട്ടു നൽകണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധം. എന്തായാലും ആ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില തർക്കങ്ങളും ഉടലെടുത്തു. ചാണ്ടിയുമ്മൻ MLAയുടെ പ്രതിഷേധത്തിനെതിരെ CPM പ്രവർത്തകരും ഈ മരിച്ച ബിന്ദുവിന്റെ ചില ബന്ധുക്കളും പരാതി ഉയർത്തി. ആംബുലൻസ് കടത്തിവിടാൻ അനുവദിക്കണമെന്നുള്ള ആവശ്യമായിരുന്നു അവർ ഉയർത്തിയത്. MLA മാധ്യമ ശ്രദ്ധ കിട്ടുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ളൊരു പ്രതിഷേധം സംഘടിപ്പിച്ചതെന്നുള്ള കാര്യമാണ് അവർ പറയുന്നത്. അതേസമയം ബന്ധുക്കളുടെ ആവശ്യപ്രകാരം തന്നെയാണ് താൻ ഈ പ്രതിഷേധം നടത്തിയതെന്നായിരുന്നു ചാണ്ടിയുമ്മൻ MLAയുടെ പ്രതികരണം. എന്തായാലും ഇപ്പോൾ ചാണ്ടിയുമ്മൻ MLA ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. അറസ്റ്റ് ചെയ്ത തന്റെ അംഗത്തെ പേഴ്സണൽ സ്റ്റാഫ് അംഗത്തെ പുറത്തേക്ക് വിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് MLA എത്തിയിരിക്കുന്നത്. അതേസമയം ഇപ്പോൾ പോലീസ് സ്റ്റേഷന് മുന്നിൽ പോലീസ് അദ്ദേഹത്തെ ഒരു കൂട്ടമായി കടത്തിവിടുകയില്ല. MLAക്ക് മാത്രം അകത്തേക്ക് പ്രവേശിക്കണം നിർദ്ദേശമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. പോലീസ് സ്റ്റേഷനകത്തേക്ക് ചാണ്ടിയുമ്മൻ MLA ഈ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സംഭവവികാസം. ചാണ്ടിയുമ്മൻ MLAയുടെ പേഴ്സണൽ സ്റ്റാഫിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. അദ്ദേഹത്തിന്റെ അറസ്റ്റ് അല്പസമയത്തിനകം രേഖപ്പെടുത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ആ സമയം പ്രതിഷേധമുണ്ടായ സമയം പോലീസിന് നേരെ വലിയ പ്രകോപനകരമായ രീതിയിലുള്ള പ്രതികരണങ്ങളും കയ്യേറ്റ ശ്രമവും ഈ സ്റ്റാഫിന്റെ ഭാഗത്തുനിന്നുണ്ടായി എന്നതാണ് പോലീസ് പറയുന്നത്. ഇതേ തുടർന്നാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. എന്തായാലും ഈ മൃതദേഹം പുറത്തെത്തിക്കുന്ന വേളയിലായിരുന്നു ഈ വലിയ പ്രതിഷേധങ്ങൾ. ജോസിയിലേക്ക് വരാം, മറ്റു വിവരങ്ങളിലേക്ക് വരാം.